ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം മറ്റൊരു കൂട്ടുകാരൻ ചേരുന്നുണ്ട്. എന്താ പേര്? അഭിനവ്. ഓക്കെ, മോണോ ആക്ട് ആണ് അവതരിപ്പിക്കുന്നത്. എവിടെ നിന്നാ വരുന്നേ? തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ വളരെ വേഗം നമുക്ക് മോണോ ആക്ടിലേക്ക് പോകാം കേട്ടോ. ശരി. ഇൻക്രെഡിബിൾ വേൾഡ്. അതെ, ഇത് അവിശ്വസനീയതകളുടെ ലോകം. സാങ്കേതിക വിദ്യകളുടെ ഓട്ടപ്പാച്ചിലിൽ ദിനംപ്രതി എന്തെല്ലാം അനുഭവിക്കണം. നിർമ്മിത ബുദ്ധികളുടെ വർത്തമാനകാലത്തിന്റെ ഇടവഴികളിലൂടെയും പെരുവഴികളിലൂടെയും ഒരു സഞ്ചാരം. നീല നിലവേ നിലവിനഴകേ താരമഴികേ വിരിയും ചിരിയെ പാരി ഉയര ചിറകിലലയാൻ. പ്രിയപ്പെട്ടവളെ, ഈ പ്രണയദിനത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോവേണ്ടത്? വളവുകളും തിരിവുകളും വളഞ്ഞ് മലകളും പുഴകളുമുള്ള പൊന്മുടിയിലേക്കായാലോ? പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ രാഗം. പൊക്ക പൊക്ക, ഞാനാണ് ഐ ക്യാമറ. നിങ്ങളൊക്കെ ഏത് വഴിയിലൂടെ പോയാലും എൻ്റെ ക്യാമറ കണ്ണുകൾ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. റോഡ് നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നറിയണമല്ലോ. AI എന്നാലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും മാത്രമല്ല, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട എന്നൊരർത്ഥവും കൂടി ഉണ്ട്. ഡിങ്കിരി ഡിങ്കാലേ ഡിങ്കിരി ഡിങ്കിരി ഡിങ്കാലേ. പോസ്റ്റ് 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 മാം വന്നോ? ഈ മാസത്തെ പെൻഷൻ വന്നെന്ന് തോന്നുന്നു. മണി ഓർഡർ ആണ് മക്കളെ. മണി ഓർഡർ അല്ല, നിങ്ങളെ മണി ഓടും. നിങ്ങളെ മോനെ ട്രാഫിക് നിയമം തെറ്റിച്ച് വണ്ടി ഓടിച്ചതിന് AI ക്യാമറ വഴി വന്ന ഫൈന 5000 രൂപ. പിടി. ഓ, വന്ന് ഈ ചെറുക്കനെ കൊണ്ട് ജീവിക്കാൻ വയ്യാണ്ടായി. നോക്കട്ടെ, അവന്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടല്ല. ഇതാര്? അവൻ അങ്ങനെ വെറുതെ വിട്ടാ ശരിയാവൂല. എടാ സച്ചു, ഇവിടെ വാടാ. എന്തരച്ചാ കിടന്ന് രാവിലെ എന്നെ വിളിച്ചു പോകുന്നേ? നീ ട്രാഫിക് നിയമം തെറ്റിച്ച് വണ്ടി ഓടിച്ചതിന് AI ക്യാമറ വഴി വന്ന ഫൈനും ഫോട്ടോയായത്. സത്യം പറയണം, ഏതായി പെണ്ണ്? ദൈവമേ, പണിപ്പാളിയാ. എവിടെ നോക്കട്ടെ. പെണ്ണ എന്റെ കൂടെയാ? സത്യമായിട്ട് എനിക്കറിയത്തില്ല അച്ഛാ. അച്ഛാ, ഇത് പ്രേതമായിരിക്കും. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട് AI ക്യാമറയിൽ മനുഷ്യരല്ലാത്ത പ്രേതങ്ങളെ പടവും പതിവുന്ന് ഇന്നത്തെ പത്രത്തിലും ഉണ്ടായിരുന്നു. സത്യമായിട്ട് എനിക്കറിയത്തില്ല അച്ഛാ, സത്യമായിട്ട് എനിക്കറിയത്തില്ല. എന്നെ മക്കളെ സമാധാനപ്പെടും. ഈശ്വര, എന്റെ കൊച്ചിനെ പ്രേതങ്ങളെ കയ്യിൽ നിന്ന് രക്ഷിക്കണേ. AI ക്യാമറയോടൊപ്പം ഞങ്ങളെപ്പോലുള്ള ന്യൂ ജനറേഷൻകാർക്ക് ഇതുപോലത്തെ പ്രേതകഥകളാണ് ആകെയുള്ള ആശ്വാസം. നിനക്ക് കിട്ടിയോ? എനിക്ക് കിട്ടി. എനിക്കിനി ട്യൂഷന് പോകണ്ട, ഹോംവർക്ക് ചെയ്യണ്ട, കാണാപ്പാടം പഠിക്കണ്ട. ഞാൻ ഇനി ഒരു പൊളിക്കും എന്റെ മോനെ. എനിക്ക് കിട്ടി. വന്ന് ജീവിക്കാൻ വയ്യാണ്ടായി. നിങ്ങൾക്കറിയാമോ, MSc ഫിസിക്സിന് ഫസ്റ്റ് റാങ്ക് വാങ്ങിയാൽ ഞാൻ പാസ്സായത്. പോകാത്ത ഇന്റർവ്യൂകളില്ല, എഴുതാത്ത ടെസ്റ്റുകളില്ല. അവസാനം ജോലിയൊന്നും കിട്ടാതായപ്പോൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് ജീവിക്കാൻ തുടങ്ങി. ഇപ്പോഴാണെങ്കിൽ അതിനും ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. എന്റെ കുഞ്ഞിങ്ങനെ കിടന്ന് വിഷമിക്കാൻ മാത്രം ഇവിടെ എന്തരുണ്ടായി? ഒരു സാധനം വന്നിട്ടുണ്ടമ്മേ, ChatGPT. ഞങ്ങളെ പോലുള്ള ട്യൂഷൻ ടീച്ചർമാരെയൊന്നും ആർക്കും വേണ്ട, എല്ലാം അത് പറഞ്ഞു കൊടുക്കും. ChatGPTയോ? അതെന്തുവാ? ഞാൻ ChatGPT, എന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ ഏഴേലോകത്തെത്തൂല നിങ്ങളുടെ മനുഷ്യ ബുദ്ധി. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാന്നത് മാത്രമല്ല, വേണമെങ്കിൽ പരീക്ഷ എഴുതി പാസ്സാക്കി കൊടുക്കും. നിങ്ങൾക്ക് വേണ്ട കഥ, കവിത, പ്രബന്ധം, ലേഖനം, മെഡിസിൻ, ചപ്പ്, ചവറ്, പുല്ലി എല്ലാം ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരും. മോണാക്ടിന്റെ സ്ക്രിപ്റ്റ് ആണോ? അതും ഞാൻ എഴുതിത്തരാം. ഈ ലോകത്ത് എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. കാരണം ഇനി വരാൻ പോകുന്ന ലോകം നിയന്ത്രിക്കുന്നത് ഞാനായിരിക്കും. പ്രശസ്ത കവി പട്ടംബിട്ടു. ഇത്തവണത്തെ തെക്കേടുത്തമ്മ കവിതാ പുരസ്കാരം എന്റെ കടമെടുത്ത കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ്. സത്യം പറടാ, നീ എവിടെ നിന്നാണ് കവിത എടുക്കുന്നത്? അയ്യോ അണ്ണ, അടിക്കലേ അണ്ണ. ഞാൻ സത്യം പറ, ഞാൻ ChatGPT എടുത്ത് ഒരു കവിത ചോദിച്ച് അത് തന്ന്, വീണ്ടും ചോദിച്ച് വീണ്ടും തന്ന്, അങ്ങനെ തന്നുകൊണ്ടേയിരുന്ന് അങ്ങനെ ഉണ്ടായതാണ് എൻ്റെ കടമെടുത്ത കവിതകൾ. ഇനിയെങ്കിലും വല്ലോ സ്വന്തമായിട്ട് എഴുതാ. നിന്നെ പോലുള്ളവന്മാരാറിന് ഇവിടെ യഥാർത്ഥ എഴുത്തുകാരന്മാർക്ക് ജീവിക്കാൻ പറ്റാതായത്. സത്യമായിട്ട് ഞാൻ ഇനി സ്വന്തമായിട്ട് എഴുതിക്കോളാം. സത്യം. കണ്ടില്ലേ സാങ്? നമുക്ക് ചെറിയൊരു സമയപരിമിതി ഉണ്ട്. കണ്ടില്ലേ, പുറകിൽ ഇങ്ങനെ ആൾക്കാർ നിരന്ന് നിൽക്കല്ലേ. നമുക്ക് എല്ലാവരെയും ഒന്ന് അറ്റൻഡ് ചെയ്ത് പോകണ്ടേ? ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനോഹരമായിരുന്നു അല്ലേ? ഓക്കെ.